ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ സ്റ്റഡി ടേബിൾ മേക്ക് ഓവറിങ് വീഡിയോ ആണ് കേട്ടോ. എൻ്റെ പൊന്നോ അലങ്കോലമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് നല്ലതും നല്ലതല്ലാത്തതും എനിക്ക് മാറ്റി വെക്കണം ഗൈസ്. ഞാൻ ഒരുപാട് സാധനങ്ങളുണ്ട് ഗൈസ്. എന്തൊക്കെയോ പേപ്പറൊക്കെ ചുരുട്ടി വിട്ട് അതൊക്കെ ഞാൻ കളയാണ് കേട്ടോ. ഒരു പേപ്പറിൽ നിന്ന് ഭയങ്കര സ്ലോ ആണ് എനിക്ക്. അവിടെ എൻ്റെ ഫ്രെയിം ഫോട്ടോ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിൾ ഗൈസ്. എങ്ങനെയുണ്ട്? ഞാൻ മുൻപ് ഒരുക്കി വെച്ചതൊക്കെ ഭയങ്കര ഉമ്മ പറഞ്ഞത് കൊള്ളില്ല. ഞാൻ കുറച്ച് ഐഡിയ തരാം ഉമ്മ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ റെഡിയാക്കി. പിന്നെ എൻ്റെ താഴെയുണ്ട് ഗൈസ് ഒരുപാട് ഇങ്ങനെ സാധനങ്ങൾ. ഞാനിങ്ങനെ പഠിക്കുന്ന പോലെയുള്ള സാധനങ്ങൾ മാത്രം വെക്കാം. അങ്ങനെയാണ് ഉമ്മ പറഞ്ഞത്, പഠിക്കുന്ന സാധനം മാത്രമേ വെക്കാൻ പാടുള്ളൂ. പക്ഷെ നമുക്ക് പെൻസില്, ബുക്ക് അതൊക്കെ പഠിക്കുന്ന അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇത് ഇപ്പോൾ നിങ്ങളത് കണ്ടാൽ പറയുന്നതായിരിക്കും അത് സ്റ്റഡി ടേബിളാണോ, ഇത് റെനയുടെ സ്റ്റഡി ടേബിളാണ്. പക്ഷേ ഗൈസ് നമുക്ക് അതിലൊക്കെ ഇരിക്കുമ്പോൾ എനിക്കൊരു മൂഡ് ഔട്ട്. എനിക്ക് അതിൽ അത്ര ഇൻട്രസ്റ്റ് ഒന്നുമില്ല അതിലിരിക്കാൻ. എനിക്ക് ഇങ്ങനത്തേലൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. അതിരിക്കുമ്പോൾ എന്തോ ഒരു അത് എനിക്ക് എൻ്റെ സംഭവം അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ സ്റ്റഡി ടേബിളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാനിതാണ് എടുത്തത്. അപ്പോൾ അവിടെ എൻ്റെ ഡയറീസ് ഞാൻ സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ അവിടെ തന്നെ കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പുസ്തകമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. ബോറടിക്കുമ്പോൾ നമുക്ക് അതൊക്കെ ഇരുന്ന് വായിക്കാം. പിന്നെ ഞാൻ എൻ്റെ യൂണിക്കോൺ പെൻസിലും പെന്നൊക്കെ അവിടെ വെക്കുകയാണ്. അങ്ങനത്തെ ഡെക്കറേഷനൊക്കെ അതൊക്കെ വെച്ചു. പിന്നെ അവിടെ ഇങ്ങനെ ഇതൊക്കെ മാറ്റി വെക്കാണ്. പിന്നെ ഇതൊക്കെ പിന്നെ ഗൈസ് ഒരു കാര്യമുണ്ട്, ഇതെൻ്റെ ലാപ്ടോപ്പാണ് കേട്ടോ. അല്ല കേട്ടോ, ഇത് ഞാൻ ഒരു BTSൻ്റെ ഒരു വെറൈറ്റി ഒരു ബുക്കാക്കിയാണ്. പിന്നെ കുറേ കളറുണ്ട് ഗൈസ്. ഇപ്പോഴും ആ തുറന്ന് കാണിച്ചൊക്കെ പുതിയതാണ് കേട്ടോ. അല്ലല്ല, ഞാനെല്ലാം വാങ്ങിപ്പിക്കും, പക്ഷെ ഒന്നും ഉപയോഗിക്കില്ല. ഇത് എപ്പോ കാലത്താണ് അതൊക്കെ തീരുന്നത്. പിന്നെ ഫാനുണ്ട് ക്ലീൻ ചെയ്യാണ് ഗൈസ്. ഞാൻ ഇതൊക്കെ തുടക്കാൻ ഫാനൊക്കെ ഇട്ട് വലിയ ഷോ കാണിക്കുന്നുണ്ട് ഗൈസ്. ഇരിക്കട്ടെ രസത്തിന്. കാരണം വലിയ ഞാൻ ഇങ്ങനെ നോക്കാറൊക്കെ ഉണ്ട് സ്റ്റഡി ടേബിൾ മേക്ക് ഓവർ. അപ്പം അതിൽ ഫാന് മറ്റേത് മറിച്ചത് എല്ലാ പ്രശ്നം എടുത്ത് നിങ്ങൾ കണ്ടുന്നുണ്ടാവും. താഴെയൊക്കെ ഉണ്ട് എന്തോരം ടോയ്സ് കളർ കൊടുത്തതാണ് ഗൈസ്. ഇത് ഞാൻ കളർ കൊടുത്താണ്. എങ്ങനെയുണ്ട് ഗൈസ്? എനിക്ക് താഴത്തെ അത്ര ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് മേളത്തെ ഇഷ്ടപ്പെട്ടു. എനിക്കിനെ കമ്മൽ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ച് പഠിക്കുന്ന സാധനങ്ങൾ മാത്രം മതി സ്റ്റഡി ടേബിൾ. ബാക്കിയൊക്കെ പിന്നെ വേറെ എടുത്തേക്കാം. ഇവിടെ പഠിക്കുന്ന സാധനങ്ങൾ അതെല്ലാം ആക്രികളാണ് ഇത്. പിന്നെ ഇതിനകത്ത് പിന്നെ പുസ്തകം പെന്നൊക്കെ വെക്കണം. അതാ ഇത് ഇറേസേഴ്സ് ഒക്കെ ഉണ്ട് പലതരത്തിലുള്ള. ഒന്നും വാങ്ങിക്കുന്നില്ല, എല്ലാം ഉണ്ട്. പിന്നെതാ ഇതെന്റെ ഫ്രണ്ട് എനിക്ക് മദ്രസ തന്നാണ് ഗൈസ്. ഇത് എന്റെ 4ാം ക്ലാസ് വാങ്ങിച്ചാണ്. ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് ആവശ്യമുള്ളത്. പിന്നെ ഇത് സ്റ്റിക്കർ ഞാൻ 4ാം ക്ലാസ് വാങ്ങിച്ചത്. ഇതൊക്കെ ഓരോന്നോരോന്ന് കിട്ടിയ പിന്നൊന്നാണല്ലോ. ഇതൊന്നും അറിയില്ല. ഈ ഗ്ലൂ ഡ്രോപ്സ് ഭയങ്കര ഉപകാരം കേട്ടോ. കാരണം ഇത് ഈ മോതിരൊക്കെ ഒട്ടിച്ചത് ഇത് വെച്ച് തന്നെ കേട്ടോ. ഇതെല്ലാത്തിനും ഒട്ടും. ഇത് ഞാൻ 10 രൂപ എനിക്കൊരു കിറ്റ് വാങ്ങിച്ചപ്പോൾ അതിന് കിട്ടിയാണ് ഇതൊന്ന്. പിന്നെ ഗ്ലൂ ഡ്രോപ്സ് അവിടെ വെച്ചോ. ഫാൻസി ബാഗ് ഇവിടെ വേണ്ട. ഫാൻസി ബാഗ് ഇവിടെ പഠിക്കുന്ന സാധനങ്ങൾ മാത്രം. ഒരു മിനിറ്റ്, ഞാനിനി സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ഞാൻ വെക്കേഷൻ പ്ലാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബുക്സ് ഒക്കെ വായിക്കണം എന്നാണ്. അത് വായിക്കാം. ഞാൻ ഈ ഒരു ബിരിയാണി ഒരു റന ഭയങ്കര പൊക്കി പറയുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് വായിക്കാൻ തോന്നി. പക്ഷേ അപ്പോൾ ഞാൻ ഇവിടെ വരെ വായിച്ചത്. പക്ഷെ എനിക്ക് ഇതത്ര വായിക്കാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഞാൻ ഇത് യൂട്യൂബിൽ ഇതിൻ്റെ ഇതെന്തെങ്കിലും ഉണ്ടാകും, ഞാനത് കേട്ടോണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഈ വയസ്സിൽ 104 ഉണ്ട്. കണ്ടാൽ പറയും 104 ഉണ്ടെന്ന്. പിന്നെ ഇത് എനിക്ക് അന്നെല്ലാം ജനറൽ നോളജ് വായിച്ചോളൂ. വെറുതെ ഇരിക്കാനല്ല, നല്ല നോളജ്. എനിക്ക് ജനറൽ നോളജ് എങ്ങനെ അറിയോ? ഞാൻ ഈ നാട്ടിലൊക്കെ നമ്മൾ എപ്പോഴും കാറിലാണല്ലോ പോകുന്നത് നാട്ടിലൊക്കെ. അപ്പൊ അതിൽ ഇങ്ങനെ KL47 KL37. അപ്പൊ അതൊന്നും എനിക്ക് ഏത് രാജ്യം അറിയത്തില്ല. സോറി, ഏതാ സ്ഥലം അറിയത്തില്ല, രാജ്യമല്ല, ഏതാ സ്ഥലമില്ല. അപ്പൊ ഞാൻ അതില് നോക്കാൻ വേണ്ടിട്ടാ. ഇത് എന്റെ ഫ്രണ്ടാണ്. ഇനി പഠിക്കുന്നത് മാത്രം. ഞാൻ ഡെക്കറേറ്റ് ചെയ്തതാണ്. ഇതിൽ ഞാൻ എന്തൊക്കെയാ ഗൈസ്, ഇത് ഞാൻ ഡെക്കറേറ്റ് ചെയ്തതാണ്. ഇതിൽ തന്നെ മാത്സ് എക്സാമിന് നോക്കിയാൽ എൻ്റെ ഇതിലെല്ലാം അവിടെ എഴുതി വെച്ച് കാണിച്ചു കൊടുക്കും. അവളെ ബുക്ക് വരുന്നത്. അപ്പം ഞാനിത് ഇത് ലാസ്റ്റ് ഇട സ്കൂളിൽ എൻ്റെ ഫ്രണ്ട്സിൽ എൻ്റെ കുറച്ച് നല്ല വാക്കുകൾ എഴുതാൻ പാവം പിള്ളേരേട്ടാ. അപ്പോൾ ഗൈസ് ഇതിൽ എൻ്റെ ഇത് ഉമ്മൻ്റെ സ്ക്രിപ്റ്റാണ് കേട്ടോ. അത് അവിടെ ഒരു ബ്ലാക്സ് ഗൈസ്. പിന്നെ ഇതെൻ്റെ
മദ്രസത്തെ സാറ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നാണ്. സയൻസ് ക്ലേവർ ആണ് അല്ലേ? സാറ ഫാത്തിമ, സാറല്ല സാറ. അപ്പൊ ഇതിലെന്തൊക്കെയോ. അപ്പൊ ഞാൻ ഇന്നലെ സാറല്ല എന്റെ ഫ്രണ്ട് ഇന്നലെ ഞാനും ഉമ്മ ചെയ്തേ സോസ് കളിച്ചേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ പോയി ഇതൊക്കെ ഞങ്ങള് സ്കൂൾ ടൂർ ആയപ്പോ കുറച്ചപ്പോ കളിച്ചാട്ടോ ഇതൊക്കെ. പിന്നെ ഇതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ട് വർഷങ്ങളായിട്ട്. പിന്നെ ഈ സംഭവം ഞാൻ ഊട്ടിന്ന് എല്ലാ കുട്ടികളും ഇങ്ങനെ കവറിൽ പാർക്കിടാം. അപ്പൊ എനിക്കാണ് എന്തൊക്കെയോ അതുകൊണ്ട് ഒന്നെടുത്ത് ഞാൻ റെഡ് പെയിന്റ് എടുക്കണം വിചാരിച്ചാണ്. ഇത് ഞാൻ മെഴുതിൽ വെച്ചാക്കിയേട്ടോ. പിന്നെ മൊത്തം എനിക്ക് ഈ റെഡൊക്കെ അടിച്ചിട്ട് ഇങ്ങനെയൊക്കെ ആക്കണം. പിന്നെ ഇത് കണ്ട എല്ലാവരും ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനത്തെ എന്തൊക്കെ ഇട്ടത്. പക്ഷെ ഞാൻ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചാണ്. പക്ഷെ നിറച്ച് ഉപ്പുണ്ട്. പിന്നെ പറയാം എന്റെ സിമ്പിൾ ആൻഡ് ഹംബിൾ സ്റ്റഡി ടേബിൾ മേക്ക് ഓവർ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് സാധനമേ വെച്ചിട്ടുള്ളൂ. ഇനി താഴേക്ക് മൊത്തം ഒന്ന് കാലിയാക്കാനുണ്ട്. പിന്നെ ഇനി എനിക്ക് ബാക്ക് ടു സ്കൂൾ ചെയ്യാനുണ്ടായി. അപ്പൊ എന്തായാലും വരുന്നേക്കും വീഡിയോ. ബാഗും മറ്റുള്ള ഐറ്റംസ് ബാഗും മറ്റേ സ്റ്റേഷനറീസും ബോക്സും പെൻസിൽസും എല്ലാം വാങ്ങിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് വീണ്ടും ഒരു നമ്മള് പെൻസിൽസ് നോക്കി ഇതൊക്കെ എന്റെ ഫ്രണ്ട്സ് ഇത് ഏക് തരാ, ഇത് ദോ തരാ, തീൻ മേരാ, എന്തൊക്കെയോ ഞാൻ പറയുന്നത്. പിന്നെ ഞാനൊരു കാര്യം പറയാം. ഇനിയിപ്പോ താഴത്ത് ഇവിടെ കളിക്കുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പൊ ഇതില് അത്യാവശ്യം സൺഡേയും സാറ്റർഡേയും കളിക്കാനുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് ബാക്കിയൊക്കെ തട്ടിമ്പുറത്തേക്ക് പോകും. പറ്റത്തില്ല, ഇതൊക്കെ എനിക്ക് വേണ്ട സാധനമാണ്. എനിക്ക് താഴെ ഒരു കുഞ്ഞ് സ്റ്റൂള് വെക്കണം. സ്റ്റൂളിൽ അതിന്റെ ബുക്സ് ഒക്കെ വെക്കണം. എനിക്ക് അങ്ങനത്തെ ഓർഗനൈസർ വാങ്ങിച്ചത്. ഓക്കെ അപ്പൊ റെഡി ആവാം. ഇതും കൂടി റെഡി ആക്കിയ ശേഷം കാണിക്കാം. മൊത്തം ഉമ്മ കാലിയാക്കാൻ പോവാണ് ഗൈസ്. വേണ്ട ഉമ്മ പ്ലീസ്. ഇതിനകത്ത് മൊത്തം ടോയ്സ് അടിക്കണം. ഇതൊക്കെ എനിക്ക് വേണ്ടാണ് ഈ കൊല്ലം. അപ്പൊ ഇനിയും ഉണ്ടാവും ഗൈസ് ഓരോന്നോരോന്ന് ചെയ്യാനുണ്ട്. അപ്പോൾ തീർന്നിട്ടില്ല. ഇപ്പൊ ഓരോന്നോരിപ്പോ ഉമ്മ എടുത്ത് വെക്കുമ്പോൾ അതിൽ പിന്നെയും വരുന്നതായിരിക്കും. പിന്നെ ഈ കളർ പെൻസിൽ മൊത്തം ഓരോന്ന് പൊടിച്ച് ഇത് പിന്നെ വെള്ളം വെക്കാം. എനിക്ക് ആവശ്യമുള്ളതാണ്. ടാപ്പും ഇതൊക്കെ എനിക്ക് ആവശ്യമാണ്. ഏത് ഈ ബോക്സിനകത്ത് എനിക്ക് മാത്രം വയ്ക്കും. നിറച്ചും ഗ്ലിറ്റേഴ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇതെൻ്റെ ഫ്രണ്ട് ഞാനും എൻ്റെ 3 ഗ്യാങ്ങും ഞാൻ ചെയ്താട്ടോ. ഞങ്ങൾ ഫിംഗർ പ്രിന്റും കാര്യങ്ങളൊക്കെ ചെയ്താട്ടോ. ഒരു മിനിറ്റ് ഞാൻ ഇത് വെച്ചോട്ടെ. ഇത് നമുക്ക് ഈ ഷെൽഫിൽ വെക്കാം. എല്ലാം കാലിയാക്കി നമ്മളെല്ലാം കുത്തി നിറക്കാം. ഇവിടെ ഇങ്ങനെ ഈ ബുക്കൊക്കെ വായിക്കുന്നതുകൊണ്ട് രാത്രിയൊക്കെ ഇങ്ങനെ ബുക്ക് വാങ്ങിക്കാറുണ്ടായത്. നമുക്ക് ഈ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് രാത്രി ഇങ്ങനെ പുസ്തകമൊക്കെ വായിക്കാം ഗൈസ്. പിന്നെ ലാബ്രിന്തി ഉണ്ട്. ബാക്കി വന്ന എൻ്റെ ഇത്രയും സാധനങ്ങളാണ്. അപ്പം എൻ്റെ കളറ് പിന്നെ ഈ സംഭവത്തിന് ഇനി എവിടെ വെക്കുമെന്ന് അറിയില്ല, ഒന്ന് സെറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ കല്ലൊക്കെ ഉണ്ട് ഗൈസ്. നല്ല ബ്യൂട്ടിഫുൾ കല്ല്. പിന്നെ ഫിഷ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെറുതെ വെച്ചിരിക്കണം. പിന്നെ ഒരു കുഞ്ഞിണ്ടാവും. പിന്നെ ഉമ്മ താഴത്ത് മൊത്തം സെറ്റാക്കി. അപ്പം ഞാൻ വേറെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.